Dear students, welcome to Learner's World. In this video, I'm going to talk about Social Media Ethics and Etiquette by Caroline Kohn, FIUGP Semester 4, BSc Commerce and Management under Calicut University. Summary of Social Media Ethics and Etiquette. സോഷ്യൽ മീഡിയയിലെ ധാർമ്മികതയും സാമൂഹ്യ മര്യാദയുമാണ് പറയുന്നത്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് വാട്ട് ഈസ് റൈറ്റ് വേഴ്സസ് റോങ്, തെറ്റെന്താണ് ശരിയെന്താണ് എന്നുള്ളതാണ് ധാർമ്മികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എറ്റിക്വറ്റ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് വാട്ട് ഈസ് പൊളൈറ്റ് വേഴ്സസ് ഇംപൊളൈറ്റ്, സോഷ്യൽ റൂൾസ്. ഇതൊരു സാമൂഹ്യ മര്യാദ ആണ് എറ്റിക്വറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Social Media Ethics and Etiquette is an informative essay written by Caroline Kohn. In this essay, she explains the importance of behaving responsibly and respectfully on social media platforms. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എത്തിക്സ് ആൻഡ് എറ്റിക്വറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. ഇത് എഴുതിയിരിക്കുന്നത് കരോലിൻ കോൺ ആണ്. ഈ ഒരു എസ്സേയിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ നമ്മൾ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. She highlights that social media is not just for fun or marketing, but a powerful communication tool that affects individuals, business and society. അതുപോലെ അവർ ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉള്ളത് മാത്രമല്ല, അതായത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും ഒരു ഫണ്ണ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, പക്ഷേ ഇത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ്. അതായത് ഒരു ആശയവിനിമയ മാർഗം കൂടിയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആയതുകൊണ്ട് തന്നെ അത് വ്യക്തികളെ അത് ബാധിക്കും, ബിസിനസ്സിനെയും സമൂഹത്തെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറച്ച് സാമൂഹ്യ മര്യാദകളുണ്ട്, അതൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. At the beginning, Kohn explained the meaning of ethics and etiquette. Ethics refers to understanding what is right and wrong, good and bad, and acting responsibly. അപ്പോൾ ഈ ഒരു എസ്സേയുടെ തുടക്കത്തിൽ കോൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് എത്തിക്സ് ആൻഡ് എറ്റിക്വറ്റ്, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. എത്തിക്സ് റെഫേഴ്സ് ടു അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്, ഗുഡ് ആൻഡ് ബാഡ്, ആൻഡ് ആക്ടിങ് റെസ്പോൺസിബിളി. അപ്പോൾ എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ധാർമ്മികത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതുപോലെ ഗുഡ് ആൻഡ് ബാഡ്, നല്ലതും ചീത്തതും മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതൊക്കെ അതുപോലെ വളരെ റെസ്പോൺസിബിളായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവൊക്കെയാണ് ധാർമ്മികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ സോഷ്യൽ മീഡിയ എത്തിക്സ് മീൻസ് യൂസിങ് ദ റൈറ്റ് ജഡ്ജ്മെൻറ്റ് വൈൽ പോസ്റ്റിംഗ്, ഷെയറിങ് ഓർ കമൻറ്റിങ്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്തിക്സ്, ധാർമ്മികതയുടെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ആയാലും അല്ലെങ്കിൽ ഫോട്ടോസ് ആയാലും അതുപോലെ നമ്മൾ ഷെയർ ചെയ്യുന്ന, നമ്മൾ ഏതെങ്കിലും വീഡിയോസിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ധാർമ്മികതക്കനുസരിച്ചായിരിക്കണം. അതായത് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്റ്റഡാണ്, സമൂഹമായിട്ട് കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാമൂഹ്യ മര്യാദ പാലിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എറ്റിക്വറ്റ് ഓൺ അതർ ഹാൻഡ് മീൻസ് പ്രോപ്പർ ബിഹേവിയർ ഇൻ സൊസൈറ്റി. എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ സാമൂഹിക മര്യാദയാണ് എറ്റിക്വറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ സോഷ്യൽ മീഡിയ എറ്റിക്വറ്റ് മീൻസ് ആക്ടിങ് പൊളൈറ്റ്ലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി ഓൺലൈൻ. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എറ്റിക്വറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ മര്യാദയോട് കൂടി പെരുമാറുക. നമ്മൾ ഓൺലൈനായിരിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുന്ന സമയത്ത്, പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന സമയത്തും പോസ്റ്റ് ചെയ്യുന്ന സമയത്തും കമൻറ്റ് ഇടുന്ന സമയത്തൊക്കെ വളരെ സാമൂഹിക മര്യാദയോട് കൂടി ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദർ ഈസ് ഓൾവേസ് റൈറ്റ് ആൻഡ് റോങ് വേ ടു യൂസ് സോഷ്യൽ മീഡിയ. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും ശരിയും തെറ്റും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ധാർമ്മികതക്കനുസരിച്ച് സാമൂഹ്യ മര്യാദ കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത്. ദ ഓദർ പോയിൻറ്റ്സ് ഓർ ദാറ്റ് വെനെവർ വി യൂസ് സോഷ്യൽ മീഡിയ വി ആർ ജോയിനിങ് എ കമ്മ്യൂണിറ്റി. അതുപോലെ ഇതിൽ എഴുത്തുകാരി പറയുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു സമൂഹത്തിൽ നമ്മൾ ഒരു സമൂഹവുമായിട്ടാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. Therefore we must behave with respect and kindness. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ദയയോട് കൂടിയിട്ട് വേണം നമ്മൾ പെരുമാറാൻ, നല്ല ബഹുമാനത്തോട് കൂടിയിട്ട് വേണം പെരുമാറാൻ.
സോഷ്യൽ മീഡിയ ഷുഡ് നോട്ട് ബി യൂസ് ടു സ്പാം ഓർ അതേഴ്സ് ഓർ അഗ്രസീവ്ലി പ്രൊമോട്ട് പ്രൊഡക്ട്സ്. അതായത് ഇപ്പം നമ്മൾ ഈ യൂട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് സമൂഹത്തിലേക്ക് നന്മ മാത്രമല്ല അത് പ്രദാനം ചെയ്യുന്നത്, അതായത് നല്ല പ്രൊഡക്ട്സ് മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, അതിലൂടെ ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ സമൂഹത്തിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് യൂസേഴ്സ് ഷുഡ് ഫോക്കസ് ഓൺ ബിൽഡിംഗ് ജെന്യുവൻ റിലേഷൻഷിപ്പ് ആൻഡ് ഓഫറിങ് വാല്യുബിൾ കോണ്ടൻറ്റ്. അതിന് പകരമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂസേഴ്സിന് ഒരു ജെന്യുവനായിട്ടുള്ള നല്ല ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ, ബന്ധം നിലനിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ വാല്യുബിൾ ആയിട്ടുള്ള മൂല്യമുള്ള കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ദ മെയിൻ എയിം ഷുഡ് ബി ടു ഹെൽപ്പ് ആൻഡ് കണക്ട് വിത്ത് അതേഴ്സ് റാദർ ദാൻ ജസ്റ്റ് സെൽ സംതിങ്. അതായത് ഒരു സോഷ്യൽ മീഡിയയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്, അതായത് കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സാധനങ്ങൾ വിൽക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് മറ്റുള്ളവരുമായിട്ടൊരു കണക്ഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. പ്രസൻറ്റ് ദ 3 മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ മീഡിയ എത്തിക്സ്. അപ്പോൾ സോഷ്യൽ മീഡിയ എത്തിക്സ്, സോഷ്യൽ മീഡിയ ധാർമ്മികതയെ കുറിച്ചിട്ട് ഇതിലെ റൈറ്റർ 3 മെയിൻ പ്രിൻസിപ്പിൾസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഒതൻറ്റിസിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒതൻറ്റിസിറ്റി മീൻസ് ബീയിങ് ഓണസ്റ്റ് ആൻഡ് റിയൽ. ഒതൻറ്റിസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യസന്ധനായിരിക്കുക, അതുപോലെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ജീവിക്കുക. പീപ്പിൾ ഷുഡ് നോട്ട് ക്രിയേറ്റ് ഫേക്ക് ഐഡൻറ്റിറ്റീസ് ഓർ മിസ്റെപ്രസെൻറ്റ് ദംസെൽസ്. അതായത് ഫേക്ക് ആയിട്ടുള്ള ഐഡിയയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഇങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ വളരെ ഓണസ്റ്റ് ആയിരിക്കണം, റിയൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ട്രാൻസ്പെറൻസി മീൻസ് ബീങ് ഓപ്പൺ അബൌട്ട് ഇൻറ്റൻഷൻസ്. ട്രാൻസ്പെറൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തുറന്ന പുസ്തകമായിരിക്കുക, അതായത് സുതാര്യമായിരിക്കുക. നമ്മുടെ ഇൻറ്റൻഷൻസ്, നമ്മുടെ ഉദ്ദേശങ്ങളിൽ നമ്മൾ വളരെ ഓപ്പൺ ആയിരിക്കണം. ഇഫ് കോണ്ടൻറ്റ് ഈസ് സ്പോൺസേർഡ് ഓർ പ്രൊമോഷൻ ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിസ്ക്ലോസ്ഡ്. അതായത് നമ്മളൊരു പ്രൊമോഷൻ ചെയ്യാണ്, അതായത് നമ്മൾ ചെയ്യുന്ന കോണ്ടൻറ്റ് ഒരു സ്പോൺസേർഡ് ആണ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷണലാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണ്, അവരുടെ പരസ്യം രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിസ്ക്ലോസ്ഡ്. അതായത് ഞാൻ ചെയ്യുന്ന ഇതൊരു പ്രൊമോഷൻ വർക്കാണ് എന്നുള്ള രീതിയിൽ അത് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ മീൻസ് എൻഗേജ് റെസ്പെക്ട്ഫുള്ളി ആൻഡ് തോട്ട്ഫുള്ളി വിത്ത് അതേഴ്സ്. വൺ ഷുഡ് അവോയ്ഡ് ആർഗ്യുമെൻറ്റ്സ്, ഇൻസൾട്ട്സ് ആൻഡ് നെഗറ്റിവിറ്റി. കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമാണ് അടുത്ത പ്രിൻസിപ്പിൾ. അതായത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ വളരെ റെസ്പെക്റ്റ്ഫുള്ളി, ആദരവോട് കൂടിയിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ ആർഗ്യുമെൻറ്റ്സ്, ഇൻസൾട്ട്സ്, നെഗറ്റിവിറ്റി ഒക്കെ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. The essay also discusses proper social media conduct. Users should share usefully meaningful content. They must respond quickly and politely to comments, especially criticism. ഈ ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് മീനിങ് ആയിട്ടുള്ള കോണ്ടൻറ്റ് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ വളരെ മര്യാദയോട് കൂടിയിട്ട് നമ്മുടെ കൊമൻസിനൊക്കെ റിപ്ലൈ നൽകുക. നമുക്കെതിരെ വിമർശനങ്ങൾ വന്നാലും പൊളൈറ്റ്ലി മര്യാദയോട് കൂടിയിട്ട് നമ്മൾ കൊമൻസിന് റിപ്ലൈ നൽകുക. മെയിൻറ്റെയിനിങ് എ പ്രൊഫഷണൽ ടോൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും ഒരു പ്രൊഫഷണൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് ഓൾസോ നെസസറി ടു കീപ് പേഴ്സണൽ ആൻഡ് ബിസിനസ് അക്കൗണ്ട് സെപ്പറേറ്റ് ടു മെയിൻറ്റെയിൻ ക്രെഡിബിലിറ്റി. അതായത് ഒരു വിശ്വസ്തത നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു പേഴ്സണൽ ആൻഡ് ബിസിനസ് അക്കൗണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അനദർ ഇമ്പോർട്ടൻറ്റ് റൂൾ ഈസ് ടു റെസ്പെക്ട് പ്രൈവസി ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. വേറൊരു റൂൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസി, നമ്മുടെ സ്വകാര്യത എന്നെ മാനിക്കുക, അതുപോലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീനെയൊക്കെ മാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. ബിഫോർ ഷെയറിങ് സമ്മൺസ് ഇൻഫർമേഷൻ പെർമിഷൻ മസ്റ്റ് ബി ടേക്കൺ. നമ്മൾ വേറെ ആരെങ്കിലും കുറിച്ചിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ പെർമിഷൻ വാങ്ങാൻ മറക്കരുത്. പ്ലാജിയറിസം ആൻഡ് കോപ്പിറൈറ്റ് വയലേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. പ്ലാജിയറിസം, അതായത് മറ്റൊരാളുടെ കോണ്ടൻറ്റ് നമ്മൾ അവരറിയാതെ, അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ അത് എടുക്കുന്നതാണ് പ്ലാജിയറിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാജിയറിസം ചെയ്യുന്ന സമയത്ത് നമുക്ക് കോപ്പിറൈറ്റ് വയലേഷൻസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. അതായത് പ്ലാജിയറിസം ചെയ്യാതെ നമ്മൾ വേറൊരാളുടെ കോണ്ടൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് അവരെ അറിയിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു കോണ്ടൻറ്റിൽ നമ്മൾ പറയണം ഇത് ഇന്ന ആളുടെ കോണ്ടൻറ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കണം എന്നാണ് പറയുന്നത്.
യൂസേഴ്സ് മസ്റ്റ് ഫാക്ട് ചെക്ക് ഇൻഫർമേഷൻ ബിഫോർ പോസ്റ്റിംഗ് ടു പ്രിവെൻറ്റ് സ്പ്രെഡിങ് മിസ്ഇൻഫർമേഷൻ. അതുപോലെ തന്നെയാണ് ഒരു ഫാക്ട് ചെക്ക്, അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും മിസ്ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടോ അതിന് തടയാൻ വേണ്ടിയിട്ട്. The author also emphasizes admitting mistakes. If an error occurs, it should be acknowledged honestly and corrected immediately. This builds trust and strengthen reputation. അതുപോലെ തന്നെ നമുക്ക് തെറ്റുകൾ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് മനസ്സിലാക്കി വളരെ സത്യസന്ധമായിട്ട് അത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുമൂലം നമുക്കൊരു ട്രസ്റ്റ്, ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു റെപ്യൂട്ടേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയും. In conclusion, Caroline Cohn stresses that social media behavior reflects a person's character and values. അപ്പോൾ ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ബിഹേവിയർ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ ആൻഡ് വാല്യൂസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളെ കോണ്ടൻറ്റ് ഒക്കെ അയാളുടെ ക്യാരക്ടർ, അയാളുടെ വാല്യൂസ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. By following ethical principles and proper etiquette, individuals and businesses can build trust, maintain credibility and create positive digital communities. അതായത് നമ്മൾ ഒരു ധാർമ്മികതയുടെ രീതിയിൽ സാമൂഹ്യ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ട്രസ്റ്റ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ കഴിയും. അത് വ്യക്തിഗത ആയിട്ടുള്ള രീതിയിലാണെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതുപോലെ വിശ്വസ്തത, ഒരു ക്രിയേറ്റ് പോസിറ്റീവ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. റെസ്പോൺസിബിൾ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ഹെൽപ്സ് ഇൻ ഫോമിങ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ആൻഡ് പ്രൊമോട്ടിങ് ഇൻറ്റഗ്രിറ്റി ഇൻ ദ ഓൺലൈൻ വേൾഡ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉത്തരവാദിത്തോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബന്ധങ്ങൾ ബിൽഡപ്പ് ചെയ്യാനും ഓൺലൈൻ വേൾഡിൽ നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്.